ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രതിപക്ഷ കാലാവസ്ഥ വിവരങ്ങൾ നോക്കാം. തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകും. ശ്രീലങ്കയിൽ കൂടുതൽ മഴയ്ക്കും സാധ്യത ഉണ്ടാകും. തെക്കൻ തമിഴ്നാട്ടിലായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത ഉണ്ടാവുക. കേരളത്തിലും തെക്കൻ കേരളത്തിൽ തന്നെയായിരിക്കും മഴ കനക്കാൻ കാരണമാകുക. ശ്രീലങ്ക മുഴുവനും ശക്തമായ മഴ എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ന്യൂനമർദ്ദം പിന്നെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ശ്രീലങ്കയിൽ കരകയറുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അറിയുന്നു. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലും മഴയ്ക്ക് സാധ്യത ഉണ്ടാവാം. ഈ മഴ വരുന്നത് കൂടി തണുപ്പിലും കുറവുണ്ടാകും. പക്ഷേ ഈ മഴ മാറുന്നത് കൂടി ഒരു സിസ്റ്റം രൂപപ്പെട്ടില്ലെങ്കിൽ തണുപ്പ് ശക്തമായി തന്നെ തിരിച്ചെത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നു. കടൽക്ഷോഭത്തിന് സാധ്യതയാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അന്നേ ദിവസം മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് അതേ ദിവസം പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നു. ശക്തമായ മഴ എന്ന് വെച്ചാൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലാണ് മറ്റന്നാൾ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളത്. അതായത് ശനിയാഴ്ചയാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. അതേസമയം ഇതിനുശേഷം ഇടത്തരം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ തെക്കൻ കേരളങ്ങളിൽ ഇടത്തരം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നു. ഇന്ന് 2 ജില്ലയിൽ ഗ്രീൻ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലാണ് ഗ്രീൻ അലർട്ട്.